ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ഒരമ്മയുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെക്കുറിച്ചാണ്. മേരി, എ മദർ ഹു സ്റ്റുഡ് വിത്ത് എ സൺ ഇൻ പെയിൻ. യോഹന്നാൻ 19 അധ്യായം 25 നാം വായിക്കുന്നു, യേശുവിന്റെ ക്രൂശിനോടടുത്ത് അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും മഗ്ദലന മറിയവും നിന്നിരുന്നു. ക്രൂശിനടിയിൽ സംഭവിച്ചിട്ടുള്ളത് വളരെ ഗൗരവമേറിയതും അതിശക്തവുമായ ദൃശ്യമാണ്. ഒരു വശത്ത് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി തന്റെ ജീവൻ സമർപ്പിക്കുന്ന ദൈവപുത്രൻ, മറുവശത്ത് ആ ദൈവപുത്രന്റെ അമ്മയായ മറിയം തന്റെ കണ്ണുകൾക്ക് മുമ്പിൽ മകന്റെ വേദന കണ്ടു നിൽക്കുന്നു. ഹിസ് മദർ സ്റ്റുഡ് ബൈ ദ ക്രോസ്. ഇവിടെ സ്റ്റുഡ് എന്ന പദം ശ്രദ്ധിക്കുക. ഒഴിഞ്ഞില്ല, ഓടിപ്പോയില്ല, മറഞ്ഞില്ല, ദൃഢമായി നിന്നു. പല ശിഷ്യന്മാർ ഭയന്ന് അകലെയായി. പക്ഷെ അമ്മയുടെ ഹൃദയം മകന്റെ വേദനയിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറായില്ല. സഹോദരങ്ങളെ, ചിലപ്പോൾ വാക്കുകൾ പറയേണ്ടതില്ല, ശാന്തമായ സാന്നിധ്യം മതിയാകും. മറിയം തന്റെ സാന്നിധ്യം കൊണ്ട് തന്റെ മകനെ ഒരിക്കലും ഒറ്റപ്പെടുത്താതെ നിന്നു. മറിയം ഗലീലയിൽ നിന്ന് തന്നെ യേശുവിനെ അനുഗമിച്ചിരുന്നു. ആരംഭം മുതൽ അവസാനം വരെ അവൾ വിശ്വസ്തയായി നിന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതം നല്ലൊരു തുടക്കം മാത്രമല്ല, അവസാനം വരെ നിന്ന് കാണിക്കുന്ന വിശ്വസ്തതയാണ്. അതിനും പുറമെ മറിയത്തിന്റെ നിലപാട് നമ്മെ മാതൃത്വത്തിന്റെ യഥാർത്ഥ രൂപം പഠിപ്പിക്കുന്നു. ഒരമ്മ മകന്റെ സന്തോഷം മാത്രം പങ്കുവെക്കുന്നവളല്ല, അവന്റെ വേദനയിലും കഷ്ടപ്പാടിലും നിന്നുകൊള്ളുന്നവളാണ്. ഇന്നത്തെ ലോകത്ത് പല ബന്ധങ്ങളും നേട്ടം ലഭിക്കുമ്പോൾ മാത്രം ഒപ്പം നടക്കുന്നു. പക്ഷെ മറിയം നഷ്ടത്തിലും അപമാനത്തിലും പോലും വിട്ടൊഴിയാതെ നിന്നു. വിശുദ്ധ ലൂക്ക 2 അധ്യായം 35 ശിമിയോൻ പ്രവചിച്ച വാക്കുകൾ ഓർക്കാം. ഒരു വാൾ നിന്റെ ആത്മാവിലൂടെയും കടന്നുപോകും. അന്ന് പറഞ്ഞ പ്രവചനം ക്രൂശിനടിയിൽ പൂർത്തിയായി. മകന്റെ വേദനയും രക്തസാക്ഷിത്വവും അമ്മയുടെ ഹൃദയത്തിൽ വേദനയുടെ വാളായി. യേശു തന്റെ അമ്മയെ ഏറ്റവും കഷ്ടപ്പെടുന്ന വേളയിൽ പോലും മറന്നില്ല. യോഹന്നാൻ 19 അധ്യായം 26-27 നാം വായിക്കുന്നു, യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ടിട്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. പിന്നെ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. യേശു തന്റെ അവസാന നിമിഷത്തിലും അമ്മയെ മറന്നില്ല. അവിടെ ക്രൂശിനടിയിൽ ആത്മീയ കുടുംബത്തിന്റെ തുടക്കം നടന്നു. മറിയം പ്രാർത്ഥനയിൽ ഉറച്ചു നിന്ന സ്ത്രീയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1 അധ്യായത്തിൽ പറയുന്നു, അവർ എല്ലാവരും ഒരുമിച്ചുകൂടി പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അവരുടെ ഇടയിൽ യേശുവിന്റെ അമ്മയായ മറിയവും അവന്റെ സഹോദരന്മാരും ഉണ്ടായിരുന്നു. ക്രൂശിന് ശേഷം പോലും അവൾ സഭയുടെ കൂടെ നിന്നു, പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഇതിലൂടെ അവളുടെ വിശ്വാസം യേശുവിന്റെ മരണത്തിൽ അവസാനിച്ചില്ലെന്നും ഉയർത്തെഴുന്നേറ്റ യേശുവിൽ അവൾ ഉറച്ചു നിന്നുവെന്നും കാണിക്കുന്നു. സഹോദരങ്ങളെ, മറിയം തന്റെ മകന്റെ വേദനയിൽ ഒപ്പമുണ്ടായിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ വേദനകളിലും പരീക്ഷണങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്നവൻ നമ്മുടെ യേശുവാണ്. ഒരമ്മ തന്റെ മകനെ ഒരിക്കലും ഉപേക്ഷിക്കാത്തതുപോലെ നമ്മുടെ ദൈവവും ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല. മറിയം ക്രൂശിനടിയിൽ ഉറച്ചു നിന്നത് വിശ്വാസത്തിന്റെ, ധൈര്യത്തിന്റെ, മാതൃത്വത്തിന്റെ മഹത്തായ മാതൃകയാണ്. ഇന്നും കഷ്ടപ്പാടുകളും വെല്ലുവിളികളും നമ്മെ ചുറ്റിപ്പറ്റുമ്പോൾ ഞാനും എന്റെ കർത്താവിനോടൊപ്പം ഉറച്ചു നിൽക്കുമോ എന്ന് നമ്മൾ സ്വയം ചോദിക്കണം. Let us hold on to that faith, that courage and that unwavering love, just as Mary who stood with her son in his pain. May God bless you all.